ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ പൊയ്ക്കോ യശോദേ, വെറുതെ കൊച്ചിനെ ബുദ്ധിമുട്ടിക്കാതെ. എനിക്ക് വേണ്ട, എനിക്ക് മരുന്ന് വേണ്ട. പോവാൻ പറ. എനിക്ക് വേണ്ട, എനിക്ക് മരുന്ന് വേണ്ട. അമ്മ വന്ന് കണ്ടോലേ. അങ്ങനെ അവള് കാണാനൊന്നും പോകുന്നില്ല. എന്നെയോ നിന്നെയോ പിടിക്കണമെങ്കിലേ യശോദ രണ്ടാമതൊരു ജന്മം കൂടി ജനിക്കണം. ആ, നീ കഴിച്ചോ. അമ്മേ, അയ്യോ, കിടന്നോ. അമ്മ എന്താ ചവയ്ക്കുന്നെ? എന്തു ചവച്ചു? അയ്യോ, എന്റെ ഓണയിൽ ഒരു പല്ല് വേദനിച്ചിട്ട് എത്ര സമയമായെന്നറിയോ? ഓരോ ഗോഷ്ടിയും കാണിച്ച് ഞാൻ ഇങ്ങനെ അങ്ങ് ഇരിക്കുക. അയ്യോ, ഇവളുടെ വായിൽ എന്താ അമ്മേ? ആർക്കറിയാം മോളെ, നിന്റെ വായിൽ എന്തേലും ഉണ്ടോ? എവിടെ നോക്കട്ടെ. ഓർമ്മയില്ലാതെ എന്തോ എടുത്ത് വിഴുങ്ങിയെന്ന് തോന്നുന്നു. അത് വായിൽ കുടുങ്ങിയിരിക്കുക. മോളെ, വായൊന്ന് തുറന്നേ. നോക്കണ്ടേ? തുറക്കാനല്ലേ പറഞ്ഞേ? വാ തുറക്ക്. നോക്കട്ടെ എന്നേ, അമ്മ നോക്കട്ടെ. വാ തുറക്കാനല്ലേ പറഞ്ഞേ? എന്നാ മോളി ഗുളികയെങ്കിലും കഴിക്കേ. കഴിക്കേ. എവിടെ പോയി? എനിക്ക് മരുന്ന് വേണ്ട. പോയിക്കോ, എന്റെ മുന്നിൽ നിന്ന് പോ. എനിക്ക് മരുന്ന് വേണ്ടെന്നല്ലേ പറഞ്ഞ മോളെ. പോ, എന്റെ മുന്നിൽ നിന്ന് പോ. മുത്തശ്ശി, പോവാൻ പറ. നീ പൊയ്ക്കോ യശോദേ, വെറുതെ കൊച്ചിനെ ബുദ്ധിമുട്ടിക്കാതെ. എനിക്ക് വേണ്ട, എനിക്ക് മരുന്ന് വേണ്ട. പോവാൻ പറ. എനിക്ക് വേണ്ട, എനിക്ക് മരുന്ന് വേണ്ട. എനിക്ക് മരുന്ന് വേണ്ട. എന്നെ വീട്. എടി, അവള് പോയി. ഓ, വാതിലടയ്ക്കാനേ മറന്നുപോയി. അതാ പറ്റിയത്. ഇപ്പൊ തീർന്നതന്നെയല്ല. അങ്ങനെ അങ്ങ് തീരത്തില്ല മോളെ. അതിനുള്ള കാഴ്ച ദൈവം അവക്ക് കൊടുക്കില്ല. പിന്നെ കഴിക്കാം. എടുക്ക്. കഴിച്ചോ. അപ്പുറം അപ്പുറം വേണോ? ഓഫീസിൽ പോകാൻ നേരായി എന്ന് പറഞ്ഞിട്ട് എത്ര നേരായി? തല എത്ര തോർത്തിട്ട് ശരിയാവുന്നില്ല. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. എവിടെ നോക്ക്, മുടിയിൽ ആകെ വെള്ളമാ. എന്ന് വെച്ചാ ഞാൻ ഇപ്പൊ തോർത്തി തരണം അല്ലേ? അങ്ങനെയാ സ്നേഹമുള്ള ഭാര്യമാരും. ഭർത്താവിന് തല തോർത്തി കൊടുക്കുക, ഭർത്താവ് ഷർട്ട് ഇടുമ്പോ അതിന്റെ ബട്ടൺസ് ഒക്കെ ഇട്ട് കൊടുക്കുക. അങ്ങനെ സ്നേഹമുള്ള ഭാര്യമാരും. ഞാനേ സ്നേഹമില്ലാത്ത ഭാര്യയാന്ന് കൂട്ടിയാ മതി. പ്രശ്നം തീർന്നല്ലോ. അയ്യടാ, അതെ കൊണ്ടുവാ.
ആ അതിനെ മര്യാദ തോർത്ത്. ചേർന്ന് നിന്ന് തോർത്ത്. വീടങ്ങോട്ട്. എനിക്കറിയാം മോന്റെ ഉദ്ദേശം എന്താന്ന്. ഇനി മോനെ തനിയെ അങ്ങ് തോർത്തിയാ മതി. ഈ ഡ്രസ്സൊക്കെ എനിക്ക് ചേരുവോ? പിന്നെ ചേരാതെ ഞാൻ എന്തായാലും ഒന്ന് ഇട്ട് നോക്കട്ടെ. അയ്യേ, നാണോ ഇല്ലാത്തവൻ. ഞാനെന്തിനാ കാണിക്കുന്നത്? അതെ, ഈ മുറിയിൽ ഞാനും എന്റെ ഭാര്യയും മാത്രമല്ലേ ഉള്ളൂ. എന്നാലും കുറച്ച് നാണോ മാനോ ഒക്കെ നല്ലതല്ലേ? അതെനിക്കില്ല. ഉഫ്. കണ്ടോ, അഴിച്ചൊക്കെ തരാം. ഇനി എന്റെ ബട്ടൺ ഇട്ട് തരാൻ പ്രത്യേകം പറയണോ? അടങ്ങി നിൽക്ക. ഇട്ടോ? അടങ്ങി നിൽക്ക. ഓ, ഇട്ടതാ. സ്പീഡ് അങ്ങോട്ട് ഇട്. ആ, ഇപ്പോ കുറച്ചുകൂടി സുന്ദരനായിട്ടുണ്ട്. അതെന്തുകൊണ്ടാന്നറിയോ? നോക്ക്, സുന്ദരിയായ ഒരു ഭാര്യ ഒപ്പം ഉള്ളതുകൊണ്ടാ. അങ്ങോട്ടൊന്ന് പുകഴ്ത്തിയാൽ ഒട്ടും കുറവില്ലാതെ തിരിച്ചു കിട്ടുമല്ലേ? അതെ, ഇങ്ങോട്ട് പറഞ്ഞ സത്യമാണെങ്കിൽ അങ്ങോട്ട് പറഞ്ഞു സത്യ. നോക്ക്. നോക്ക്, രണ്ടുപേരും നല്ല ചർച്ചയല്ലേ? ഇപ്പൊ ആര് കണ്ടാലും പറയല്ലേ മേഡ് ഫോർ ഈച്ച് അതർ. അതൊക്കെ പറയുന്നവര് പറയട്ടെ. ഓ, പെട്ടെന്ന് റെഡി ആയിട്ട് ഓഫീസിൽ പോവാൻ നോക്ക്. അല്ലെങ്കിലേ അവിടത്തെ കാര്യങ്ങളൊക്കെ തെറ്റും. ഓക്കേ. ചുമ്മാ വന്നിരുന്നേ. കുറച്ച് സ്വന്തമൊക്കെ ഉണ്ടാകട്ടെ.